നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ആശങ്കയില്ലെന്ന് ക്രിസ്റ്റീൻ കെല്ലി. ഹാൻഡ വൈറസ് വ്യാപനത്തിൽ ആശങ്കയില്ലെന്ന് നാഷണൽ ഐസൊലേഷൻ യൂണിറ്റിലെ ഇൻഫെക്ഷൻസ് കൺസൾട്ടന്റ് പ്രൊഫസർ ക്രിസ്റ്റീൻ കെല്ലി. കോവിഡ്-19 പോലെയുള്ള ഹാൻഡ വൈറസ് എന്നും കെല്ലി. കൗമാരക്കാരൻ അറസ്റ്റിൽ. ഡെറിയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു കൗമാരക്കാരൻ കൂടി അറസ്റ്റിൽ. 14 വയസ്സുള്ള കുട്ടിയെയാണ് അറസ്റ്റ് ചെയ്തത്. ചിലവ് വർദ്ധിച്ചു. ആരോഗ്യ മേഖലകളോട് ഓവർടൈമും നിയമനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച് HSE. ചിലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിർദ്ദേശം. കുറ്റം ചുമത്തി. ഡെൻമറിയിലെ ലുർഗാൻ പോലീസ് സ്റ്റേഷന് മുൻപിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത സ്ത്രീക്കെതിരെ കുറ്റം ചുമത്തി. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. തുകയിൽ വർധനവ്. വേതനത്തിനായി സർക്കാർ ചിലവാക്കുന്ന തുക വർദ്ധിച്ചു. 9.3% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 6.3% ബജറ്റിൽ വേതനത്തിനായി നിശ്ചയിച്ചിരുന്ന ചിലവ്. ശമ്പള വർധനവിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത് ആൻ പോസ്റ്റിലെ ജീവനക്കാർ 5.08% വർധനമാണ് ശമ്പളത്തിൽ വരുത്തിയിരിക്കുന്നത്. വെള്ളപ്പൊക്ക ഭീതിയിൽ ഐറിഷ് ജനത. ആകെ ജനസംഖ്യയിൽ പകുതി പേരും കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുള്ള വെള്ളപ്പൊക്കത്തെ ഭയന്നാണ് ജീവിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. റൈഡർ കപ്പിനോടനുബന്ധിച്ച് കൌണ്ടി ലിമറിക്കിൽ പുതിയ ട്രെയിൻ സ്റ്റേഷൻ നിർമ്മിക്കും. അഡാരയിലാണ് താൽക്കാലികമായി സ്റ്റേഷൻ നിർമ്മിക്കുക. ഡബ്ലിനിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പാഠപുസ്തകം. അടുത്ത അക്കാദമിക വർഷം 2 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി പുസ്തകം വിതരണം ചെയ്യുക. പോലീസിന്റെ പേരിൽ രാജ്യത്ത് നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി ഗാർഡ ഷിക്കോണ. ഗാർഡ നാഷണൽ എക്കണോമിക് ക്രൈം ബ്യൂറോയിലെ അംഗങ്ങളുടെ പേരിലാണ് ക്രിമിനൽ സംഘം തട്ടിപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ഹോർമസ് കടലിടുക്കിലെ നാവിക ഉപരോധം ലഘൂകരിക്കുന്നതിനും സമുദ്രപാത ഘട്ടം ഘട്ടമായി വീണ്ടും തുറക്കുന്നതിനുമായി അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകൾ. ടീസ്റ്റ നദി പുനരുദ്ധാരണ പദ്ധതിക്ക് ബംഗ്ലാദേശ് ചൈനയുടെ പിന്തുണ തേടി. ധാക്കയുടെ ഈ നീക്കം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ വഷളാക്കിയേക്കാമെന്ന് സൂചന. പാക് ഭീകരതയെ തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷികം ഇന്ന്. അതിർത്തി കാക്കുന്ന വീര സൈനികർക്ക് മുന്നിൽ രാജ്യം സല്യൂട്ട് ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപവൽക്കരിക്കാൻ വിജയുടെ TVK അനുവദിക്കണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ട് CPM-ഉം CPI-യും. ഇരു പാർട്ടികളും TVKയെ പിന്തുണയ്ക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തുന്നതിനിടെയാണ് പ്രസ്താവന. തനിക്ക് അഭിവാദ്യം അർപ്പിച്ച് പ്രത്യക്ഷപ്പെട്ട ബോർഡുകൾക്കെതിരെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. തന്നെ പ്രകീർത്തിച്ചും പാർട്ടി നേതൃത്വത്തിലുള്ള ചിലരെ ഇകഴ്ത്തിയുമുള്ള പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ജയരാജൻ. തീരുമാനം ഞായറാഴ്ച. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനുള്ള സജീവ ചർച്ചകളിൽ MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ KC വേണുഗോപാലിൽ നിന്ന് സൂചന. മുഖ്യമന്ത്രി ആരെന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞായറാഴ്ച ഉണ്ടായേക്കും. ഫിറ്റ്നസ് മെച്ചപ്പെടുത്തണമെന്ന് മഞ്ജരേക്കർ. ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുന്നതിനായി സഞ്ജു വിരാട് കോഹ്ലിയുടെ സഹായം തേടണമെന്ന് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ജരേക്കർ. കോഹ്ലിയുടെ കായികക്ഷമത മാതൃകയാക്കണമെന്നും മഞ്ജരേക്കർ. മഴ തുടരും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസവും വേനൽ മഴ തുടരും. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. അയർലൻഡിൽ സമ്മിശ്ര കാലാവസ്ഥ. അയർലൻഡിൽ വരും ദിവസങ്ങളിൽ സമ്മിശ്ര കാലാവസ്ഥയെന്ന് മെറ്റേറാൻ. വെയിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയും ലഭിക്കും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.